ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാവിലെ 5:30 അപ്പോൾ ഞങ്ങൾ ഒരു സൈക്കിൾ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കാണ്. സൈക്കിൾ ട്രിപ്പിന് ഞാനുണ്ട്, പിന്നെ ചാച്ചു, ചിഞ്ചു, അങ്ങനെ കുറച്ച് പേരുണ്ട്. എല്ലാം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. ചിഞ്ചു ഉണ്ട്, ചാച്ചു ഉണ്ട്, ബാക്കിയെല്ലാവരും ഉറങ്ങണം. അതാണ് ഞാൻ വർത്തമാനം പറയാത്ത. ട്രിപ്പിന് വേണ്ടിയിട്ടേ സൈക്കിളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായി. അപ്പോൾ സൈക്കിളൊക്കെ സെറ്റാക്കി ഇന്നലെ ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് കണ്ടു. നാളത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ സൈക്കിൾ ഫുള്ള് സെറ്റായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഹാൻഡിലൊക്കെ ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയാക്കണം. പിന്നെ പുതിയ മഡ് ഗാർഡ് വാങ്ങി അതൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചെയ്തതെന്നുള്ള ഗിയർ ചെയ്ത്, പിന്നെ ഈ ഗോപ്രോ മൗണ്ട് ചെയ്ത്, മഡ് ഗാർഡ് 2 പുതിയത് കയറ്റി, പിന്നെ ബ്രേക്ക് 2 പുതിയതാണ്. ആണിപ്പോൾ ചെയ്തിട്ടുള്ളത്. പോകാൻ വേണ്ടിയിട്ട് സൈക്കിളൊക്കെ കാറിൻ്റെ ബാക്കിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. 2 സൈക്കിളുണ്ട്. സൈക്കിൾ ബാക്ക് സീറ്റിൻ്റെ അകത്തുണ്ട് 2. ഞങ്ങൾ പോകണത്. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഇത്തിരി വെളിച്ചം വന്നതിന് ശേഷം ഇവിടെ നിന്നാണ് സൈക്കിളിൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഇത് സൈക്കിളുകളുണ്ട് ഇവിടെ. ഇവനും ഉണ്ടാവും ഞങ്ങളുടെ ഇവിടെ. സൈക്കിളിൻ്റെ ടയർ ഊരിയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം ഇനി ടയറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇതേ അപ്പോൾ അതേ 3 സൈക്കിളുണ്ട്. ഇരുട്ടായതുകൊണ്ട് കാണുന്നില്ല. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. അതിന് പോണ വഴി ഒരാളും കൂടിയും വരും. മൊത്തം 5 സൈക്കിളിൽ ഞങ്ങൾ പോണേ. സമയം ഇപ്പോൾ ഏതാണ്ട് 6 മണിയായി. അപ്പോൾ ഞങ്ങൾ എവിടെക്കാ പോകണമെന്ന് വെച്ചാൽ ബീച്ചിൻ്റെ സൈഡിൽ പോകും. എന്നിട്ട് ബീച്ചിൻ്റെ സൈഡ് വെച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സൈക്കിൾ ഓടി പോകാൻ വിചാരിച്ചത്. ഒരുത്തം പോയി, ഒരുത്തം പോകണം. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇനി ഒരുത്തനോടി ഉണ്ട്, സഹീർഷ, നമ്മുടെ ഫ്രണ്ട്. അവനെയും കൊണ്ടാണ് പോണേ. അപ്പോൾ അവനെ വിളിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ബീച്ചിൽ പോകും. ഇനി ഏതാണ്ട് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ കൂടി ഉണ്ടാവും ബീച്ചിക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളിവിടെ യാത്രയിൽ സഹീർഷ ഉണ്ടാവും. സഹീർഷ ഒരു ഹായ് പറയും. അപ്പം ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് പോകണം. ഇതാ ബാക്കിൽ കൂടെ അവിടെ നിന്ന് ഈ വഴി പോയി കഴിഞ്ഞാൽ ബീച്ചെത്തും. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാൻ അപ്ഡേറ്റ് അത് എവിടെ എത്തി എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ പോണേ ഞങ്ങൾ. എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ബീച്ചിൽ ഇനിയോ ഒരു 10 മിനിറ്റിൽ ഞാൻ അപ്ഡേറ്റ് തരാം. ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകും. എന്നുവെച്ചാൽ സ്നേഹതീരം ഭാഗത്തേക്കാണ് പോകണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോണേൽ കുറച്ച് ഇടയിൽ വെച്ച് അപ്ഡേറ്റ് തരാം എങ്ങനെയാണെന്നുള്ളത്. മോർണിംഗ് ആദ്യമായിട്ട് ബീച്ച് വരുന്ന ബീച്ചാണ്. അടിപൊളി. ഇവിടെ വെള്ളം എന്തെടുത്ത് ഇങ്ങനെ സ്ലാൻഡ് ആയിരിക്കണോണ്ടേ ചവിട്ടാൻ പറ്റില്ല. സൈക്കിൾ കുഴിഞ്ഞോണം. അതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി തള്ളിപ്പോയിട്ട് ഇതാ ഒരു ഏരിയ ഉണ്ട്. അവിടെ നിന്ന് പിന്നെ ചവിട്ടി തുടങ്ങാൻ വിചാരിച്ചു. സേർഷ, സൈക്കിൾ ട്രിപ്പിനെ പറ്റി ശബ്ദമായിരിക്കുമെന്ന് കേൾക്കൂല. സൈക്കിൾ ട്രിപ്പിനെ പറ്റി വല്ലതും പറയാനുണ്ടോ?
എന്നെ കൊണ്ട് പറ്റൂല അല്ലേ. ട്രിപ്പ് എങ്ങനെയുണ്ട് സോഫാർ? വിചാരിച്ച പോലെ ട്രിപ്പ് എങ്ങനെയുണ്ട്? ചവിട്ടാൻ പറ്റിയിട്ടോ സൈക്കിള്? 5 കിലോമീറ്ററായി ഞങ്ങൾ ഈ ബീച്ചിന്റെ ഓരം വെച്ച് വരുന്നു. അപ്പൊ എല്ലാരും ക്ഷീണിച്ചൊരു 2 minutes റെസ്റ്റ്. നമ്മളിവിടെ ചാച്ചുണ്ട്, വേറെ ചാച്ചുണ്ട്, ചിഞ്ചു, ചക്കി. അപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു രസകരമായ കാഴ്ച കണ്ടു. ഇത് അവിടെ ഒരു പാവനെ തൂക്കിയിട്ടേക്കണ്. അപ്പൊ അത് പോയി ഒന്ന് നോക്കിയിട്ട് വരാന്ന് വിചാരിച്ചു. ഇതെന്തിനാ ഇവിടെ വെച്ചേക്കണെന്ന് വെച്ചാൽ നോക്കിയേ, ഫുൾ അടിപൊളിയില്ലേ ഇത്. അവരിത് ഞങ്ങളൊക്കെ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യണ്. ഞങ്ങൾ തിരിച്ചു പോവാം. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് പോലെ. റെസ്റ്റ് എടുത്തിരിക്കുകയാണ് എല്ലാവരും ക്ഷീണിച്ച്. കാരണം ഈ സൈഡ് ഇങ്ങനെ സ്ലാൻഡ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ചവിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷീണിച്ചു. ഇത്ര വന്നതിൽ എന്താണ് സെർഷിക്ക് പറയാനുള്ളത്? 9 ഇല്ലേ? എന്താ ക്ഷീണമുണ്ടോ മിസ്റ്റർ സജിദ്? വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ക്ഷീണൊക്കെ മാറി. അപ്പൊ ചിഞ്ചു എൻ്റെ സൈക്കിൾ എടുക്കണം, ഞാൻ ഈ സൈക്കിൾ എടുക്കുന്നു. എന്ത് പറ്റി? അപ്പൊ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ ആൾക്കാർ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി പോണു. സീരിയസ് അല്ലേ? എനിക്ക് ഒരു ഇത് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഞാനും ചാച്ചു അവരെല്ലാവരും കൂടി സൈക്കിളോടി പോകുമ്പോൾ ചാച്ചുവിൻ്റെ ഉണ്ടായ സൈക്കിളിൻ്റെ പഞ്ചർ വന്നു. എന്തോ സംഭവിച്ചാണ് ചുൻ്റെ സൈക്കിളിന് പഞ്ചർ വന്നു. അപ്പോൾ അവിടെ 2-3 പേരുണ്ടായി. അവർ റൈഡേഴ്സ് ഇങ്ങനെ സൈക്കിൾ റൈഡ് ചെയ്ത് പോകുന്ന ടീംസ് ആയിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് പഞ്ചർ ഒട്ടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു വീട്ടിലാളെ ഒരു പരിചയക്കാരുണ്ടായി. അവിടെ ഞങ്ങൾക്ക് പമ്പ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പമ്പ് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോയിട്ട് അതിനെ എയർ അടിക്കാൻ പോകും. ഇതിൻ്റെ അല്ല, അവിടെ പഞ്ചറൊക്കെ ഒട്ടിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് ഭയങ്കര നന്ദിയുണ്ട്. ഇതാ നിൽക്കണ ഏട്ടൻ, പിന്നെ വേറെ 2-3 ചേട്ടന്മാരൊക്കെയാണ് കൂടെ ശരിയാക്കിയത്. ഞങ്ങൾ റോഡ് പിടിച്ച് പോകാമെന്ന് വിചാരിച്ച്. കാരണം ഈ ബീച്ച് വഴി പോകുമ്പോൾ ശങ്കിൻ്റെ ഒക്കെ ഇത് കുത്തുമ്പോൾ പഞ്ചർ വീഴ. ഈ ചേട്ടനാണ് ഞങ്ങൾക്ക് ഇത് ചെയ്തത് പഞ്ചർ ഒട്ടിച്ചത്. ഞങ്ങൾ വ്ളോഗ് എടുക്കണ്ടിട്ടാ. അപ്പൊ അതിൻ്റെ ഇതായിട്ടാണ് ചാനലുണ്ട് നമുക്ക്. അപ്പൊ ഈ ചേട്ടനാണ് ഞങ്ങളെ പഞ്ചറൊക്കെ ഒട്ടിച്ച് സഹായിച്ചതിന് നന്ദിയുണ്ട് ചേട്ടൻ. താങ്ക് യു. നിങ്ങള് എന്റെ പേര് ഉണ്ണികൃഷ്ണൻ ഇരിഞ്ഞാലക്കുടയാണ്. ഓക്കെ. ചേട്ടൻ ഒറ്റയ്ക്ക് ഈ മല എത്തി പോയിട്ടുണ്ട്. ഇല്ല അവരത് വെറുതെ വിട്ടുവാ. ഞങ്ങള് പക്ഷെ ഡെയിലി ഒരു 30-35 കിലോമീറ്റർ സൈക്കിൾ ഓട്ടും ഡെയിലി. അത് കഴിഞ്ഞ് ഞായറാഴ്ചകൾ ഞങ്ങള് ഒരു ഏകദേശം ഉച്ചവരെ ഞങ്ങള് സൈക്ലിംഗ് ആയിരിക്കും 5:30 മുതൽ. അപ്പൊ ഏകദേശം ഒരു 100 കിലോമീറ്റർ ഒക്കെ പോയിട്ട് വരും. അത് അങ്ങനെ പോയിട്ട് വരും. അതുകൊണ്ട് നമുക്ക് ശാരീരികമായിട്ടൊക്കെ നല്ല മാനസികമായിട്ടൊക്കെ നല്ല സന്തോഷമുണ്ട്. സൈക്ലിംഗ് ഒരു നല്ല രീതിയിലുള്ള ഒരു മാനസികവും അതുപോലെ ശാരീരികമായ നല്ല ഒരു ഉണർവ് കിട്ടുന്നൊരു സംഗതിയാണ്. അപ്പോൾ അവർ ഞങ്ങളെ സഹായിച്ച് ആദ്യം പോയ ചേട്ടൻ്റെ സൈക്കിളിൻ്റെ വില ഏതാണ്ട് 1,12,000 രൂപ. നമ്മളെ സഹായിച്ച ചേട്ടൻ്റെ സൈക്കിളിൻ്റെ വില 64,000 രൂപ. അവരൊക്കെ ഡെയിലി കണ്ടില്ലേ, ഡെയിലി ഇത്ര ഓടിക്കും. എന്തോ ഇത് ഇരിഞ്ഞാലക്കുട സൈക്കിളേഴ്സാണ് അങ്ങനെ എന്തോ ഒരു ഗ്രൂപ്പിൻ്റെ സംഭവമാണ് അവർ. റോഡ് വഴി പോകാൻ പോകുന്നത്. കാരണം ബീച്ച് വഴി പോയി ഇനിയും പഞ്ചറിട്ടെന്നുള്ള പേടിയുണ്ട്. റോഡ് പിടിച്ച് പോകാൻ പോകണം. സ്നേഹതീരത്ത് കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും സൈക്കിളും വെച്ച് നടന്നുകൊണ്ടിരിക്കുക. ഒരാൾ മാത്രം ചവിട്ടുന്നു. സെവനപ്പൊക്കെ വാങ്ങി കുറച്ച് എന്തെങ്കിലും സ്നാക്കൊക്കെ കഴിച്ചിട്ട് ഈ കടയിൽ നിന്ന് കഴിച്ചിട്ട് പിന്നെയും കണ്ടിന്യൂ ആണെന്ന് വിചാരിച്ചു. ഇനി ബീച്ച് ആയിരിക്കില്ല, ചിലപ്പോൾ ഡെസ്റ്റിനേഷൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിയെന്ന് വരും. ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയെന്ന് വരില്ല. അത് പിന്നെ എടുത്തായതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ അതേ എല്ലാവരും റെസ്റ്റ് എടുത്തോണ്ടിരിക്കണം. അപ്പോൾ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. ആര് ബാക്കിലുണ്ട്. അതെ ഞങ്ങൾ സ്നേഹതീരത്തേക്ക് ചവിട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം നിർത്തിയിട്ടുണ്ടോന്ന് കുറച്ച് കാര്യങ്ങളായിട്ട്. പക്ഷെ പിന്നെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ട് ചാച്ചുവിൻ്റെ ഒരു പാട്ട സൈക്കിള്, അതിൻ്റെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും പഞ്ചറായി. രണ്ടാമത് ടയർ. അതുകൊണ്ട് ഇപ്പം ഇനി ഞങ്ങൾക്ക് അവിടെ വരെയും പോകാൻ പറ്റില്ല. അപ്പോൾ പോയ അത്ര വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ പോകണം. ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ചാച്ച വിഷമമുണ്ടോ? ഇനിയിപ്പോൾ ഇത് പണിക്ക് കയറ്റാൻ പോകണം ഇവിടെ. എല്ലാവരും ക്ഷീണിച്ച് അവശനായി. ട്രിപ്പിനെ പറ്റി ഒരു 2 വാക്ക് പറയണ്ട. മനസ്സുതന്റെ വണ്ടി പഞ്ചറായി. തിരൂരിനെ കണ്ട് വാങ്ങിയ സൈക്കിളും കൊണ്ട് വന്നേക്കണാണ്. ലേഡിബേഡിന്റെ ട്യൂബ് ഇട്ടിട്ട്. ഇപ്പൊ സൈക്കിൾ തുറന്നപ്പോഴാണ് അറിയണം അതിന്റെ ഉള്ളിൽ ഇട്ട ട്യൂബ് ലേഡിബേഡിന്റെ ട്യൂബ്. ഈ ട്രിപ്പിനെ പറ്റി 2 വാക്ക്. സക്സസ്ഫുൾ ആയില്ല. മനസ്സോദരൻ ഈ ട്രിപ്പിനെ പറ്റി 2 വാക്ക്. ഇല്ലടാ ഇപ്പൊ ഇവിടെ ഏതാണ്ട് ഞങ്ങൾ 1 മണിക്കൂറോളായി ഇവിടെ ഇരിക്കണം. അപ്പൊ ഫ്രണ്ട് ടയർ ഞങ്ങൾ പഞ്ചർ ഒട്ടിച്ച് കഴിഞ്ഞപ്പോ ബാക്ക് ടയറിൽ കാറ്റ് പോയി. ബാക്ക് ടയർ ഒട്ടിച്ചപ്പോ ഫ്രണ്ടും പോയി. അപ്പൊ അങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോ ഇവിടെ നിന്ന് എപ്പോഴും പോവാന്ന് പറഞ്ഞൂടെ. അപ്പൊ അവരവിടെ സൈക്കിൾ ശരിയായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരിക്കണ ഇരിക്കാൻ സ്ഥലം കിട്ടണ്ടായില്ല. ഇതായിട്ട് ഒരു അമ്പലത്തിന്റെ ആലിന്റെ അവിടെ ഇരിക്കണം. ആ സൈക്കിൾ ഇപ്പൊ ഒന്നും ശരിയാക്കി കിട്ടൂല. ചാച്ചു എത്തിയിട്ടുണ്ട്. അവൻ്റെ സൈക്കിൾ ഇപ്പോൾ ഏതാണ്ട് ഓടുന്ന രീതിയിലായിട്ടുണ്ട്. പക്ഷെ എപ്പോൾ വേണമെങ്കിലും നിന്ന് പോവാം. അതുകൊണ്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഒരു 25 കിലോമീറ്ററോളം സൈക്കിൾ ഓടിയിട്ടുണ്ട്. വളഞ്ഞു തിരിഞ്ഞു. എത്ര ഓടിയിട്ടുണ്ടാവും ചിഞ്ചു? 25 ഓടിയിട്ടുണ്ടാവും. വാച്ചിൽ കാണിച്ചത് 23.5 ആണ്ടാണ്. അപ്പൊ ഇതുപോലത്തെ രസകരമായ വീഡിയോകൾ ഇനിയും കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.